ഹലോ അസ്സാം വലൈക്കും. വർണ്ണയിലും കപ്പിൾസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറിയ കുട്ടികൾക്കായിട്ടുള്ളൊരു ഡ്രോയിങ് ക്ലാസ്സുമായിട്ടാണ്. ഈ ഒരു ഫ്രൂട്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എങ്ങനെയാണ് വരുന്നതെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് പഠിച്ചാലോ? ഇതിപ്പോൾ എച്ച് ബി പെൻസിൽ കൊണ്ട് ഞാനൊരു സ്കെച്ച് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഷെയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടിയ നമ്പറുള്ള പെൻസിൽ വേണം. അപ്പോൾ ഞാൻ മറ്റേ ആർട്ട് ലൈൻ പെൻസിലാണ് ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. കാരണം ആർട്ട് ലൈൻ ആകുമ്പോൾ നല്ല ഒരു ഇതുണ്ടാവും, നല്ല ഡാർക്ക്നെസ് കിട്ടും അതിന്. അപ്പോൾ ഞാൻ ഷെയ്ഡിങ്ങിനായിട്ട് 10B ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. 10B ആർട്ട് ലൈനാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ? അപ്സരയും കുഴപ്പമില്ല, എന്നാലും എനിക്കിഷ്ടം ഈ പെൻസിൽ കൊണ്ട് ചെയ്യാനാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എങ്ങനെയാണ് ഷെയ്ഡ് വരുന്നത്, റൈറ്റ് സൈഡിൽ എങ്ങനെയാണ് വരുന്നത്, മിഡിലൊക്കെ എങ്ങനെയാണ് വരുന്നത്, അതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, അതിനകത്ത് ഒരു ഫ്രൂട്ട് വരയ്ക്കുക. അത് HB പെൻസിലുകൊണ്ട് ഒരു ഫ്രൂട്ട് വരയ്ക്കണം. എന്നിട്ടാണ് ഷെയ്ഡ് കൊടുക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഡാർക്ക് കൂടുതലായിട്ട് വരും, കാരണം റൈറ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ലൈറ്റ് വരുന്ന സൈഡ് എപ്പോഴും ഡാർക്ക് കുറഞ്ഞിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും ഡാർക്ക് കൂടുതൽ. എൻ്റെ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചക്കൊണ്ട് പേപ്പർ കുറച്ച് ഇളകുന്നുണ്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോൾ. ഞാൻ സ്റ്റാൻഡ് എടുത്ത് വെക്കാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ കളർ കൊടുക്കണം. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് കൊണ്ടുപോകണം. ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് കുറച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊണ്ടുപോകണം. ലെഫ്റ്റ് സൈഡ് നല്ല ഡാർക്കായി കിട്ടണം. അപ്പോൾ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ സാധാ ഒരു പേപ്പറിൽ ചെയ്താണേ. സാധാ പേപ്പറിൽ അത്ര ഇത് ക്ലാരിറ്റി ഉണ്ടാവില്ല. പിന്നെ ഒന്ന് കാർഡ് ഷീറ്റൊക്കെ ആയിരുന്നെങ്കിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവുമായിരുന്നു. ഷെയ്ഡ് കണ്ടോ? ഓരോ വ്യത്യാസം കണ്ടോ ഷെയ്ഡിൻ്റെ? റൈറ്റ് സൈഡ് ലൈറ്റ് കൂടുതലാണ്, പിന്നെ കുറച്ച് കുറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്കും നല്ല ഡാർക്കായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഷെയ്ഡിങ് വരുന്നത്? അതിന് ഓരോ പേരും ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡിൽ നിന്നല്ലേ ഇങ്ങനെ ലൈറ്റ് വരുന്നത്. അപ്പോൾ ആ കൂടിയ ലൈറ്റ് കാണുന്ന സ്ഥലമില്ലേ, ഈ ഭാഗത്തിന് പറയുന്നത് ലൈറ്റ് എന്നാണ്. ലൈറ്റ് എന്ന് തന്നെ പറയും. അതിൻ്റെ അടുത്തോട്ടുള്ള ഭാഗമില്ലേ, അത് ഹാഫ് ടോൺ എന്ന് പറയും. ഏറ്റവും ലാസ്റ്റ് കാണുന്ന അത് ഹാഫ് ടോൺ, ലാസ്റ്റ് കാണുന്നത് ഹമ്പാണ്. പിന്നെ ഹമ്പെന്ന് പറയുന്നത്. പിന്നെ താഴെ കാണുന്നത് കാസ്റ്റ് ഷെയ്ഡ് എന്നും പറയും. അപ്പം മൊത്തത്തിൽ ഇങ്ങനെയാണ് ഒരു ഷെയ്ഡിങ് വരുന്നത്. നമ്മളൊരു ഡ്രോയിങ് ചെയ്യുമ്പോൾ ഷെയ്ഡിങ് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. പിന്നെ ഈ ലൈറ്റിൻ്റെ അവിടെ ചില വസ്തുക്കളിലൊക്കെ ഈ ലൈറ്റിൻ്റെ അവിടെ നല്ല തിളങ്ങുന്ന പോലെ കാണുന്നില്ലേ, അതിന് നമ്മൾ പറയുന്നത് ഹൈലൈറ്റ് എന്നാണ്. അപ്പോൾ ഇതിൽ ഹൈലൈറ്റ് ഒന്നും കാണിച്ചിട്ടില്ല ഫ്രൂട്ടായിക്കൊണ്ട്. ബോട്ടിലോ അതേപോലെ വേറെ എന്തെങ്കിലും ഈ തിളങ്ങുന്ന പോലുള്ള വസ്തുക്കളൊക്കെ ആണെങ്കിൽ ഹൈലൈറ്റ് വരും. പിന്നെ ഇതിൻ്റെ ചിലപ്പോഴൊക്കെ നമ്മൾ 2-3 വസ്തുക്കൾ ഒന്നിച്ച് വെച്ചിട്ടൊക്കെ സ്കെച്ച് ചെയ്യുമല്ലോ. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഇതൊരു ഫ്രൂട്ട് മാത്രമാണ് വരച്ചത്, അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെ എൻ്റെ അടുത്തോട്ട് വെക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതേപോലെ ഈ ഇറേസർ വെച്ച പോലെ അവിടെ വേറെ ഒരു ഫ്രൂട്ട് വെച്ചതെന്ന് വെച്ചോ, അതിൻ്റെ ആ ഒരു നിഴൽ നമുക്ക് ഈ മറ്റേ ഫ്രൂട്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ അടിക്കുന്നുണ്ടാവും. ആ ഒരു ഇതിനെ ഷെയ്ഡ്, അപ്പോൾ ആ ഒരു ഷെയ്ഡും അവിടെ നമ്മൾ കാണിക്കേണ്ടി വരും. അതിന് പറയുന്നത് റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് എന്തായാലും അപ്പുറത്ത് വരും. ഇനി കളറാണെങ്കിൽ ആ കളർ പോലെ തന്നെ അടിക്കേണ്ടി വരും. പുറത്തെ കളറ് മറ്റേ അതിൻ്റെ മുകളിൽ വരുന്ന കളറായിട്ട് തന്നെ നമ്മൾ കാണിക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.